ഇറക്കി വഴി ഇത്രയും വേണ്ട. ലാസ്റ്റ് വെക്കാളിയാ ഇതും കൂടെ അടിച്ചോരോന്ന് കറക്കി എനിക്ക് വെള്ളം എടുത്തു തരും. ഏയ് വെള്ളം എനിക്ക് അലർജിയാ. ആടാ അവൻ ഓഫായെന്ന് തോന്നുന്നു. നിങ്ങളൊക്കെ പറഞ്ഞല്ലേ വേണ്ട അവനവൻ കൊടുക്കണ്ടെന്ന്. നീ അതുവഴിയല്ലേ പോകുന്നു, അവനവിടെ അങ്ങോട്ട് തട്ടിയത്. എന്റെ പൊന്നടാവ് അവന്റെ വീട്ടിലോട്ട് ഞാനില്ല. അവിടെ അവന്റെ പൊട്ടം കാണും. ഞാൻ കയറി ചെല്ലുമ്പോ അവൻ എന്നെ അടുത്ത് കണ്ടിട്ട് ജബ 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 എന്ന് പറഞ്ഞു കൊടുക്കും. അവൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാത്തില്ല, ഞാൻ പറയുന്നൊന്നും അവന് മനസ്സിലാത്തില്ല. പിന്നെ എന്തിനാ എനിക്ക്. കഴിഞ്ഞ ദിവസം അങ്ങേര് കടയിൽ വന്നായിരുന്നു ചെരുപ്പ് വാങ്ങിക്കാൻ. ഞാൻ കരുതിയല്ലേ ഭിക്ഷക്കാരനുമായിരിക്കും. ഞാൻ ആദ്യം പണിക്കാരനെ തെറി പറഞ്ഞു. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കല്ലേ മനസ്സിലായി അവളുടെ ചേട്ടനാണെന്ന്. അത് വീട് കഴിഞ്ഞ ദിവസം കോളേജിൽ ഫീസ് അടക്കാൻ വന്ന കോരനുണ്ടായിരുന്നു. ഇത് കൂതറ ഷർട്ടും വിയർ തട്ട്. ഓ ബദൂരിയൊക്കെ. ഓ പാവം പാവം. എന്തിനാണ് ഇതിനെ കൂടെ നടക്കുന്നത് ഓട്ടൻ? ഒന്നെറുത്തടാ, എല്ലാരും കൂടെ എന്തിനാ അതിന്റെ മെക്കിട്ട് കയറുന്ന? അവന്മാര് പറയട്ടാ കുഞ്ഞാള് വന്ന് കേൾക്കാൻ തുടങ്ങിയതാ. പോട്ടന്റെ നീ പോട്ടന്റെ നീ ഒരു ശാപ മടുത്ത് നിർത്തി ഞാൻ പോവാ. ആരും വേണ്ടടാ, ഞാൻ പോട്ടന്റെ അവനെന്താടാ ചീട്ട് കളിക്കാണ്ട് പോയെ? ഒന്ന് പോയടാ പോ. പൊട്ടം വലക്കിട്ട് കിടപ്പുണ്ട്. താനെന്തിനാണോ അവനെ നോക്കുന്നത്? ഞാൻ കുടിച്ചിട്ടുണ്ട്, ഇനിയും കുടിക്കും. താനാരാ അതൊക്കെ ചോദിക്കാൻ? എന്റെ തന്തയൊന്നുമല്ലല്ലോ, ചേട്ടനല്ലേ. എനിക്കറിയാടോ എന്റെ ജീവിതം ഞാൻ എങ്ങനെ തീർക്കണമെന്ന്. കോപ്പ് താൻ കാരണം എനിക്കിപ്പോ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? ഞാനിപ്പോ എല്ലാവരുടെ മുമ്പിൽ ഒരു കോമാളിയാ. നാട്ടുകാർക്കും കൂട്ടുകാർക്കും പറഞ്ഞിരിക്കാൻ ഒരു പേര് പൊട്ടന്റെ അനിയൻ. താൻ കാരണം എനിക്ക് ജീവിക്കാൻ പറ്റാണ്ടായടോ. ഇതിനും മാത്രം എന്ത് തെറ്റാണോ ഞാൻ തന്നോട് ചെയ്തിട്ടുള്ളേ? ഒരു ഒഴിയാവാതിനെ പോലെ എന്റെ ജീവിതത്തിന് മൊത്തം നശിപ്പിക്കാനായിട്ട് ഒരുത്തൻ. എനിക്കറിയാം, ഒരുത്തനെ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട. എനിക്കറിയാം എനിക്കറിയാം എനിക്കറിയാം. എന്താടാ നീ എന്തോടെ പറയുന്നത്? ഞാൻ എടുത്തിട്ടൊന്നുമില്ല. എടി ഇത്രയും പൈസക്ക് ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാടാ? നിനക്ക് 100-100 രൂപ നിനക്ക് കാശ് ഞാൻ തന്നെ. നീ ഇന്ന് വൈകിട്ടുള്ളിൽ നീ ഇവന്റെ കാശ് നീ കൊണ്ട് കൊടുത്തു. പിന്നാരമാനെ 1-2 രൂപ 50,000 നിനക്ക് കളി കോണം അറിയാലോ. വർഷം കുറയിലാണ് നിന്റെ ഒക്കെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ചരിത്രമൊന്നും വിളമ്പണ്ട. ഇന്നലെ ഇവിടെ അവസാനമായിട്ട് പോയത് നീയാണ്. കമത്തെ കാശ് നിന്നെ പൊട്ടനെ കൊണ്ട് വിട്ടാലും കിട്ടിയാണ്, ഇവിടെ കിട്ടണം. എടാ ഞാൻ എടുത്തിട്ടില്ലടാ. ഏത് കളറാണ് എടുത്തത് സമ്മതിക്കുന്നത്? വൈകുന്നേരത്തോടെ എന്റെ പൈസ തന്നില്ലെങ്കില നീ വിട്ടോ, നീ വൈകിട്ട് കാശോട്ട് വാങ്ങിയാൽ മതി. അറിഞ്ഞിട്ടെന്തിനാ? തന്നെ കൊണ്ടൊരു കോപ്പും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കൊരു 50,000 രൂപ വേണം. താൻ തരുമോ? വാതറൊന്നും മിണ്ടാൻ പോലും പറ്റാത്ത താൻ ആരോട് പോയി ചോദിക്കാനാ? കാര്യം തിരക്കാൻ വന്നിരിക്കുന്നു ശവം. വാടാ.
പറയടാ. പൈസ വേണം. എത്ര രൂപ? 5000 രൂപ? 50,000 രൂപ? എന്താ 50,000 ഇത്ര അത്യാവശ്യം? ഇയാളെന്താ ഇപ്പൊ എന്നെ വിളിക്കുന്നത്? ഹലോ, മനസ്സിലായി. വരാം. പൊട്ടം വല്ല ഒപ്പിച്ചു കാണും. സമയമില്ലാത്ത സമയത്ത് ഓരോ മാരണങ്ങൾ. എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യം ഉണ്ടെന്ന് കേട്ട്. ഇരിക്കട്ടെ. ഞാൻ എത്ര ഇവിടെ തിരിച്ചു തരാം? എന്റെ വിഷമം കണ്ടു തരുന്നൊന്നുമല്ല ഇത്. ഇതെന്റെ പൈസയേ അല്ല. നിന്റെ ചേട്ടൻ, നീക്ക് പൊട്ടെന്ന് വിളിക്കുന്ന ആ ചേട്ടൻ, അവൻ നിനക്ക് വേണ്ടി കൂട്ടി വെച്ചതൊക്കെ. എന്തായാലും നിന്റെ ആവശ്യം നടക്കട്ടെ. ചെല് മോനെ. പിന്നെ ഉണ്ടല്ലോ, ഈ എല്ലാം തികഞ്ഞവരൊക്കെ നല്ലത് എന്തിലൊക്കെ കുറവുള്ളവർ തന്നെ. പിന്നെ നിന്റെ എല്ലാം തികഞ്ഞുള്ള ഈ നടത്തമുണ്ടല്ലോ, അത് ആർക്കോ ദ്രോഹം ചെയ്യാത്ത ആ മിണ്ടാപ്രാണിയുടെ വെറും ഔദാര്യം മാത്രമാണ്. അവനൊക്കെ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? അവനെപ്പോലെ ഒരു കൂടപ്പുറപ്പിനെ കിട്ടാനേ നീയൊക്കെ പുണ്യം ചെയ്യണം. അവന് നല്ലൊരു ഷർട്ട് പോലും മേടിച്ചിടാറില്ല. ഓരോ രൂപയും നിനക്ക് വേണ്ടിയാണ് കൂട്ടി വെക്കുന്നത്. ആ പാവത്തിനൊക്കെ വിഷമിച്ചാലേ ദൈവം പോലും പുറക്കത്തില്ല. ചെറുപ്രായമല്ലേ, ചിന്തിച്ചു നോക്ക്. ഹലോ എടാ, ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. എടാ, പൈസ കിട്ടി. അങ്ങോട്ട് വരാം. കാര്യം പറയണ്ട, നമ്മൾ അവൻ ഇത്രയും പറഞ്ഞത് ശരിയായില്ല കേട്ടോ. അല്ലെ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാടാ. കാര്യം പറയാതെ ഞങ്ങൾ നിന്നെ കുറ്റപ്പെടുത്തിയത്. പൈസ അവൻ്റെ വണ്ടിക്കകത്തുണ്ട്. പട്ടിയെ പോലെ പറഞ്ഞല്ലോടാ നിന്നോടൊക്കെ ഞാൻ എടുത്തിട്ടില്ല എന്നിട്ട് ആരെങ്കിലും വിശ്വസിച്ച? എനിക്കൊരു തെറ്റ് പറ്റി, എന്നോട് ക്ഷമിക്കണം. വേണ്ടടാ, ഞാൻ കള്ളനാ. നിന്റെ ഒന്നും ചില്ലിക്കാശ് ആഗ്രഹിച്ചിട്ടല്ലടാ നിന്റെ ഒന്നും കൂടെ കൂടിയത്. നാള് കുറെ ആയില്ലേടാ, പതിയടാ. പിന്നെ ഈ പൈസ എവിടുന്നറിയാ? നീയൊക്കെ അല്ല, നമ്മളൊക്കെ പൊട്ടണെന്നും കഴിവെട്ടണെന്നൊക്കെ വിളിച്ച് കളിയാക്കിയില്ലേ? ആ പാവത്തിന്റെ സമ്പാദ്യമാടാ. പട്ടിയെ പോലെ ആ പാവം പണിയെടുത്തുണ്ടാക്കിയതാടാ. എന്റെ ചേട്ടനാടാ. ഇനി ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ അവനെ നോക്കത്തില്ല. ഞാനെന്നല്ല, ഒരുത്തനും. രക്തബന്ധത്തിനേക്കാൾ വലുതല്ലടാ ഒരു സുഹൃത്ത് ബന്ധവും. അതെന്റെ അനുഭവം എന്നെ പഠിപ്പിച്ചു.